ഹലോ, വെൽക്കം ടു PSC ലേണിംഗ്. നമുക്ക് ഇന്നത്തെ വർഷം നോക്കാം. 1903 ഈഴവ സമുദായത്തിൻ്റെ അഭ്യുന്നതി ലക്ഷ്യമാക്കി ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം രജിസ്റ്റർ ചെയ്തത് 1903 അതായത് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം രജിസ്റ്റർ ചെയ്ത വർഷമാണ് 1903. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഏക മലയാളിയും തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവുമായ ബാരിസ്റ്റർ GP പിള്ള അന്തരിച്ച വർഷം 1903. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവാണ് GP പിള്ള. GP പിള്ള അന്തരിച്ച വർഷമാണ് 1903. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യൻ ഒപ്പീനിയൻ ആരംഭിച്ച വർഷം ഏതാണ്? 1903. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യൻ ഒപ്പീനിയൻ ആരംഭിച്ചത് 1903. നൊബേൽ സമ്മാനം പങ്കിട്ട ആദ്യ ദമ്പതിമാരാണ് പിയറി ക്യൂറിയും മേരി ക്യൂറിയും. ഭൗതികശാസ്ത്രത്തിനാണ് അവർക്ക് നൊബേൽ സമ്മാനം ലഭിച്ചത്. അത് ലഭിച്ച വർഷം 1903. അപ്പോൾ എന്താണ് നൊബേൽ സമ്മാനം ഭൗതികശാസ്ത്രത്തിന് നേടിയ ദമ്പതിമാരാണ് പിയറി ക്യൂറിയും മേരി ക്യൂറിയും. അത് ലഭിച്ച വർഷം 1903. SNDP യോഗത്തിൻ്റെ ആജീവനാന്ത അധ്യക്ഷനായി ശ്രീനാരായണ ഗുരു തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1903. അതായത് SNDP യോഗത്തിൻ്റെ ആജീവനാന്ത അധ്യക്ഷനായിട്ട് ശ്രീനാരായണ ഗുരുവിനെ തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1903. ഇനി റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ച വർഷം ഏതാണ്? അതും 1903. റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ച വർഷവും 1903. ഒന്നുകൂടെ പറയാം. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം രജിസ്റ്റർ ചെയ്ത വർഷം 1903. അതുപോലെ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ ആജീവനാന്ത അധ്യക്ഷനായി ശ്രീനാരായണ ഗുരുവിനെ തിരഞ്ഞെടുക്കപ്പെട്ട വർഷവും 1903. മഹാത്മാഗാന്ധിജിയുടെ ആത്മകഥയെ പരാമർശിക്കപ്പെട്ട ഏക മലയാളിയാണ് ആര്? GP പിള്ള. അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവുമാണ് ബാരിസ്റ്റർ GP പിള്ള. ബാരിസ്റ്റർ GP പിള്ള അന്തരിച്ച വർഷം 1903. നൊബേൽ സമ്മാനം പങ്കിട്ട ആദ്യ ദമ്പതിമാരായ പിയറി ക്യൂറിയും മേരി ക്യൂറിയും ഭൗതികശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച വർഷം 1903. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യൻ ഒപ്പീനിയൻ ആരംഭിച്ചത് 1903. റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ച വർഷം 1903. താങ്ക് യു.